ഈ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതുന്നത് നോക്കൂ. പിന്നീട് ഗ്രന്ഥകർത്താവ് പറയുന്നു, അതായത് അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്നുള്ള പുസ്തകത്തിൽ പറയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നില്ല, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നുണ്ട് എന്ന ഒരു നുണ തട്ടിവിട്ടിട്ട് അതിന് തെളിവ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകത്തിന് ഖണ്ഡനം പറഞ്ഞ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പുസ്തകം കൊണ്ടൊന്ന് വായിക്കുന്നത്. എവിടെയാണ് ഇദ്ദേഹത്തിന് തെളിവുള്ളത്? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ നിന്നാണത്രേ ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിന് ഇദ്ദേഹം തെളിവുണ്ടാക്കാൻ വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം ആ തെളിവുണ്ടാക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതും അവിടുത്തെ സംഭവവും ഒക്കെ എന്താണ്, ഇതുമായി എന്ത് ബന്ധമാണ് എന്നതൊക്കെ നമുക്ക് കൃത്യമായി വിശദീകരിക്കാം. അദ്ദേഹം അത് വായിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ കൃത്യമായ നിങ്ങളുടെ ശ്രദ്ധ വളരെ അനിവാര്യമാണ് സഹോദരന്മാരെ. എങ്ങനെയാണ് ഒരു പുരോഹിതൻ പദങ്ങളെയും വാചകങ്ങളെയും കോട്ടിമാട്ടി ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് കൃത്യമായി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഈ ഖുർആൻ വാക്യം ഒരു ശക്തിമത്തായ ഖണ്ഡനമാകുന്നു. ഇത് അബ്ദുൽ ഖാദർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാചകൻ. കായക്കൊടി അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ സമസ്തക്കാർക്ക് ഇല്ലാത്ത ആശയമോ അവർക്ക് ഇല്ലാത്ത വാദമോ അവരുടെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞതല്ല. നിങ്ങളെപ്പോലെ നിങ്ങൾ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞിട്ടില്ലാത്ത, എഴുതിയിട്ടില്ലാത്ത, ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഇസ്ലാഹ് മാസികയിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെന്താ? ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നുണ്ട്. അത് തെളിവാക്കാൻ, അത് ബാലൻസ് ഒപ്പിക്കാനാണ് നിങ്ങൾ അബ്ദുൽ ഖാദർ മൗലവിയെ എടുത്തു കൊണ്ടുവരുന്നത്. അബ്ദുൽ ഖാദർ മൗലവി നിങ്ങളെപ്പോലെ കളവ് പറഞ്ഞതല്ല. എന്തുകൊണ്ട് കളവ് പറഞ്ഞതല്ല? അക്കാലഘട്ടത്തിൽ തന്നെ സുന്നികളായ ആളുകൾ അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം, അത് അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നവരും പറയുന്നവരും വാദിക്കുന്നവരുമാണ്. അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ നടത്തുന്നവരാണ്. അക്കാലഘട്ടത്തിലെ പൂനൂർ വാദപ്രതിവാദം എടുത്തോ, കൊട്ടപ്പുറം വാദപ്രതിവാദം എടുത്തോ, അവിടെയൊക്കെ പ്രാർത്ഥന എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് തെളിവ് ഇൻഷാ അള്ളാ വഴിയെ കേൾപ്പിക്കാം. നിങ്ങൾ ആദ്യം പറയാനുള്ളത് പറഞ്ഞ് മുഴുവനാക്കൂ. നിങ്ങളുടെ ഖണ്ഡനത്തിന് ശേഷം, നിങ്ങൾക്കുള്ള മറുപടിക്ക് ശേഷം ഞാൻ ഇൻഷാ അള്ളാ അതിന് നിങ്ങൾക്ക് തെളിവും ഹാജരാക്കി തരാം ഇൻഷാ അള്ളാ. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് സമസ്തക്കാരോട് വാദമായി എഴുതിയപ്പോൾ എന്താണ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കാമെന്നോ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതായി കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞു എന്നാണ്. ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരും ഹനീഫ് കായക്കൊടിയെ പോലെ, അനസിനെ പോലെ ഇന്നലെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പറയുന്ന സമസ്ത മുസ്ലിയാക്കന്മാരുടെ വാദമാണോ കായക്കൊടി നിങ്ങൾ തെളിവാക്കുന്നത്? നിങ്ങളതൊക്കെ ഇപ്പോൾ തെളിവാക്കും. നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ പ്രവർത്തനത്തിലാണെങ്കിലും ശരി, നിങ്ങൾ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഇന്ന് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ വാക്കല്ലടോ നമ്മുടെ തെളിവ്. ഇവിടെ ജബ്ബാർ മൗലവി ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞതിന് ജബ്ബാർ മൗലവിയുടെ പുസ്തകത്തിൽ നിന്നോ അതല്ല ജബ്ബാർ മൗലവിയെ അനുകൂലിക്കുന്ന ഏതെങ്കിലും പ്രഭാഷകനോ പ്രബോധകരോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞതല്ലേ താങ്കൾ കാണിക്കേണ്ടത്, തെളിയിക്കേണ്ടത്? നേരെ മറിച്ച് അബ്ദുൽ ഖാദർ മൗലവി സമസ്ത സുന്നികളായിട്ടുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞതിന് സമസ്തക്കാരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നും രേഖലങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൻ്റെ പുസ്തകത്തിൽ പോലും, അവരെഴുതിയ പുസ്തകത്തിൽ, കാന്തപുരത്തിൻ്റെ ആളുകൾ എഴുതിയ പുസ്തകത്തിൽ പോലും പ്രാർത്ഥന എന്ന പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. മാത്രവുമല്ല പൂനൂർ വാദപ്രതിവാദത്തിലും പ്രാർത്ഥന എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായി തെളിയിക്കാനും സമർത്ഥിക്കാനും സാധിക്കും ഇൻഷാ അള്ളാ. അത് വഴിയെ നിങ്ങൾക്കുള്ള ഈ മറുപടി വിശദീകരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാനത് കേൾപ്പിക്കുന്നതാണ്. എന്താ സുന്നികൾ പറയുന്നത്? ഇപ്പൊ മാറിയിട്ടോ? ഇപ്പൊ സമസ്തക്കാർ മാറി? അത് നമുക്ക് വേറെ പറയാം. അത് ഇപ്പം മാറിയതല്ല. അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന
നിലപാട് ഇപ്പം മാറ്റിക്കൊണ്ടുവന്നതല്ല കായക്കൊടി. ഇപ്പം മാറിയത് മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് അതേ അതേ എന്ന് പറയൂ എന്നതാണ് അവർ ഇപ്പം മാറ്റിയത്. മനസ്സിലായില്ലേ? ആ പടച്ചോനാണ് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് പാടിപ്പിച്ച കവിയെ ചില ആളുകൾ പൈസ കൊടുത്തുകൊണ്ട്, മുജാഹിദുകളായിട്ടുള്ള ആളുകൾ ഈ കവിക്ക് പൈസ കൊടുത്ത് എഴുതിപ്പിച്ചതാണ് എന്ന് ചില സക്കാഫികളൊക്കെ ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇനി ഹനീഫ് കായക്കൊടി എങ്ങാനും ഈ സക്കാഫിയുടെ ആ വാചകം എങ്ങാനും എടുത്തുകൊണ്ടുവന്ന് തെളിവാക്കുമോ എന്ന് നമുക്കറിയില്ല. കായക്കൊടി ഉളുപ്പില്ലാഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊക്കെ ഈ സമസ്ത ആദർശത്തിനെതിരെ ഘോരമായി സംസാരിക്കുകയും വാദപ്രതിവാദം നടത്തുകയും ഖണ്ഡനമണ്ഡനം നടത്തുകയും ചെയ്ത ഒരു വ്യക്തി ഇതുപോലെ അധപ്പതിച്ചു പോകാൻ പാടില്ലായിരുന്നു. നാണക്കേട് എന്നല്ലാതെ എന്ത് പറയും കായക്കൊടി? നിങ്ങൾക്ക് എതിരിൽ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കുന്നത് സത്യത്തോട് കാണിക്കുന്ന അനീതിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നിങ്ങളെ ഇങ്ങനെ ഖണ്ഡിക്കേണ്ടി വരുന്നത്. പ്രയാസമുണ്ട്, നിങ്ങൾക്കെതിരിൽ മറുപടി പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ നെറികേടുണ്ടല്ലോ, ഈ നെറികേട് നമ്മൾ മറച്ചു വെച്ചാൽ, മൂടി വെച്ചാൽ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൈകെട്ടി നിൽക്കുന്ന സമയത്ത് മറുപടി പറയാൻ കഴിയാത്തൊരു ദുരവസ്ഥ ഞങ്ങൾക്ക് വരരുതേ എന്നതുകൊണ്ടാണ് നിങ്ങളെ ഈ രൂപത്തിൽ നിങ്ങൾ കൃത്യമായി ഖണ്ഡിച്ചു മുന്നോട്ട് പോകുന്നത്. പാച്ച കളവ്, ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയോ. അന്ന് സമസ്തക്കാരെന്താ പറഞ്ഞത്? എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അത് കർത്താവിന്റെ സ്വപ്ന ദർശനമോ അല്ലെങ്കിൽ പിശാചിന്റെ പക്കൽ നിന്നുള്ള ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ. മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. മുസ്ലിങ്ങളൊക്കെ എന്തേ വിശ്വസിക്കുന്നത്? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. ആരാ പറഞ്ഞത്? സുന്നികൾ. ഇതാണ് നമ്മുടെ കായക്കുടിയുടെ വലിയ പ്രമാണം. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഛർദ്ദിച്ചത്, വിസർജിച്ചത്, അതിൽ മുങ്ങിക്കുളിച്ചാലും ഇയാള് മടി കാണിക്കൂല ഇന്നത്തെ കാലഘട്ടത്തിൽ. അതിനു മാത്രം അദ്ദേഹം പ്രതിസന്ധിയിലാണ്. കാരണം പറഞ്ഞു പോയ കളവിനെ ന്യായീകരിക്കാൻ ഏത് മുസ്ലിയാരുടെ കുപ്പയിലും മുങ്ങിക്കുളിക്കാൻ ഇന്ന് ഈ കായക്കൊടിക്ക് യാതൊരു ലജ്ജയുമില്ല. അതുകൊണ്ട് മുജാഹിദ് മൗലവിമാരുടെ, അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രമാണബദ്ധിതമായ വിശദീകരണത്തിന് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ചില പദപ്രയോഗങ്ങളിൽ കടന്ന് കളിക്കുന്ന സമസ്ത മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഇവിടെ മുജാഹിദുകളായിട്ടുള്ള ആളുകളെ പേരിൽ കളവ് പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ മുജാഹിദുകൾ നിങ്ങളെ വെറുതെ വിടില്ല കായക്കൊടി. എന്തിനാണ് നിങ്ങൾ ഈ വൃത്തികെട്ട പണിക്ക് നടക്കുന്നത്? ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ട് ഒന്ന് വിമർശിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹ് മാസിക എടുത്തിട്ടൊന്ന് വായിച്ച് വിശദീകരിച്ചാൽ പോരെ? നിങ്ങൾക്ക് അതിനൊക്കെ നല്ല കഴിവുള്ള, സാമർഥ്യമുള്ള, ഇൽമുള്ള ഒരാളല്ലേ നിങ്ങളൊക്കെ ഇത്ര തരം താന്ന് സമസ്തക്കാരൻ്റെ പുസ്തകത്തിൽ അഭയം തേടണമെങ്കിൽ നിങ്ങളുടെ ആരോപണത്തിന് യാതൊരു തെളിവുമില്ല എന്നത് നിങ്ങൾ സ്വയം ആളുകളെ ബോധ്യപ്പെടുത്തല്ലേ ചെയ്യണത് ഇപ്പോൾ. ഇതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്ന അന്തംകമ്മികളല്ലാത്ത ആളുകൾക്കൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും. എന്നെങ്കിലും കായക്കൊടി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ വെപ്രാളം അത് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് സുന്നികൾ പറഞ്ഞപ്പോ മുജാഹിദുകൾ പ്രബോധന പ്രവർത്തനം നിർത്തിയോ? നിങ്ങൾ അങ്ങനെയാ, എന്നാ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞില്ല. എന്താ പ്രശ്നം? ഇവർ പറയുന്നത് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ, സഹായാർത്ഥനയോ അത് അല്ലാത്തവരോട് നടത്താം, അത് പ്രാർത്ഥനയാകൂല. ആ വ്യത്യാസം ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും കൃത്യമായി നമ്മൾ വിശദീകരിച്ച് ആളുകൾക്ക് ഇതിൻ്റെ മറി എവിടെയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെ അങ്ങനെ വെറുതെ വിടാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി ഈ കായക്കൊടി പറഞ്ഞല്ലോ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ സമസ്തക്കാർക്ക് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നാണോ സമസ്തക്കാരൻ്റെ അക്കാലഘട്ടത്തിലെ വിശ്വാസം എന്ന് നമുക്ക് പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും പരിശോധിക്കണമല്ലോ. കാരണം ഈ കായക്കൊടിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് ബോധപൂർവം ആളുകളെ കബളിപ്പിക്കാനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഹനീഫ് കായക്കൊടിയുടെ ഇഷ്ടത്തോഴനായ അനസ് മുസ്ലിയാർ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ നിന്ന് വായിക്കട്ടെ. ആദ്യം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതാണ്. ആ വാദമുള്ള ആളുകളാണ് എൻ്റെ സഹോദരൻ അടങ്ങുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്. എന്ത്? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. ഈ വാദം സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് കാന്തപുരം മുസ്ലിയാർ അടക്കം കൊട്ടപ്പുറത്ത് വന്നത്. ആ കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദത്തിന്റെ 71-ാമത്തെ പേജിൽ കാണാം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്നാണ് പറയുന്നത്.
മാത്രമല്ല അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ നിന്ന് കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തിയെന്ന്. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. വളരെ വ്യക്തമായി കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ സമസ്തക്കാർ തന്നെ അവരുടെ വാദമായി എഴുതിയതാണ് നമ്മുടെ അനസ് മുസ്ലിയാർ എടുത്തു വായിച്ചത്. അതിൽ കൃത്യമായി പ്രാർത്ഥനയ്ക്ക് തെളിവ് എന്ന് തന്നെയാണ് പ്രയോഗിച്ചത്. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായതേട്ടം എന്ന് പറഞ്ഞാലും സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാലും എന്ത് വാചകം പറഞ്ഞാലും ശരി, അവർ ചെയ്യുന്നത് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യത്തിനു വേണ്ടിയുള്ള അപേക്ഷയാണോ, അർത്ഥനയാണോ, പ്രതീക്ഷയാണോ? സൃഷ്ടാവിൽ നിന്ന് മാത്രം സാധിപ്പിച്ചു കിട്ടേണ്ട കാര്യത്തിനു വേണ്ടിയുള്ള പ്രതീക്ഷയാണോ? അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനാഭാവമാണ്, പ്രാർത്ഥനാ മനോഭാവമാണ്, പ്രാർത്ഥന അന്തർലീനമാണ്. ഇനി പ്രാർത്ഥന അന്തർലീനമായ അഥവാ പ്രാർത്ഥനാഭാവം അന്തർലീനമായ എന്ത് പ്രവർത്തനമാവട്ടെ, അത് ഏത് സൃഷ്ടിയിലേക്ക് തിരിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അബ്ദുൽ ഖാദർ മൗലവി സമസ്തക്കാരുടെ പേരിൽ ഈ ഹനീഫ് കായക്കുടി പറഞ്ഞതുപോലെ കളവ് പറഞ്ഞതല്ല. ഒന്ന്. രണ്ടാമത്തത്, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അവിടെ അബ്ദുൽ ഖാദർ മൗലവിക്ക് മറുപടി പറയുമ്പോൾ പറഞ്ഞ വാചകം അത് ചില പദക്കസർത്തുകളാണ് നടത്താറുള്ളത് പലപ്പോഴും സമസ്തക്കാർ. ആ സമസ്തക്കാരുടെ പദക്കസർത്ത് കൊണ്ട് കാര്യമില്ല. അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ആശയം, അർത്ഥം അതൊക്കെ അനവധി തവണ നമ്മുടെ കായക്കൊടി തന്നെ കൃത്യമായി വാദപ്രതിവാദങ്ങളിലും ഖണ്ഡനങ്ങളിലും മണ്ഡനങ്ങളിലൊക്കെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും സമർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ബോധപൂർവം ഇവിടെ അത് വിസ്മരിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് ഇന്ന് ഈ ഗതികെട്ട ഹനീഫ് കായക്കുടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇനി പൂനൂർ വാദപ്രതിവാദത്തിൻ്റെ വിഷയമാണെങ്കിലും ഇനി അദ്ദേഹം പറഞ്ഞ ഇവിടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം എന്താണ്, ഇതൊക്കെ കൃത്യമായി നമുക്ക് ഇൻഷാ അള്ളാഹ് ഹനീഫ് കായക്കുടിക്ക് രണ്ടാമതൊന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാഹ് അത് പ്രതിപാദിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.